ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു പുളിങ്കറിയാണ്. ഇതൊരു ചുമന്ന തരം വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്ക കൊണ്ടുള്ള പുളിങ്കറി ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അതിനുവേണ്ടി ഒരു ചീൻചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഈ ചീൻചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സവാള വഴറ്റിയെടുക്കണം. ആദ്യം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വാടുന്നത് വരെയും വഴറ്റണം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ ഇളക്കിയിടാം. അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ പകുതി പുളിയെടുത്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള പുളിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താൽ മതിയാകും. എല്ലാവർക്കും അധികം പുളി ഇഷ്ടമുള്ളവരുണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളിവെള്ളം ചേർക്കുക. ഇനി അതൊന്നും കൂടെ ആ പുളിയൊക്കെ പിടിക്കുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രം അരച്ചതാണ്. ഇനി ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. ഇനി അതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഒക്കെ ഒന്ന് സമമാകുന്നത് വരെയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇത് വീണ്ടും തണുക്കുമ്പോൾ കുറുകി വരും. ഞാനൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാവുന്നതാണ്. ഇനി അത് കാച്ചേണ്ട ആവശ്യമില്ല. അത് നല്ല എണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ഒഴിച്ച് കാച്ചിക്കഴിഞ്ഞാൽ കൂടുതൽ എണ്ണയാകും. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.